പുണ്യപുരാതനമായ മുയിപ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ആയിരക്കണക്കിന് ഭക്തരുടെ ചിരകാല അഭിലാഷമായ ക്ഷേത്ര പുനർനിർമ്മാണം അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിലവെപ്പ് കർമ്മം 2024 ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 11:40 12:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭനുണ്ണി തമൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. അതിപുരാതനമായ ഏതാണ്ട് 1300 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന മുയിപ്ര ശ്രീ മഹാദേവ ക്ഷേത്രം ശാന്തഭാവത്തിലുള്ള വൃഷഭാരൂഢനായ ശിവഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. മുയിപ്ര മഹാദേവ ക്ഷേത്രം ഞാൻ ഇവിടെ ഒരു ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ടാവുള്ളൂ. തന്ത്രിയായിട്ട് ഇങ്ങനെ സ്വർണ്ണപ്രശ ചാർത്തിൽ ആ സ്വർണ്ണപ്രശ പ്രകാരം വിധിപ്രകാരം കണ്ടതിന് ശേഷം ഇവിടുത്തെ കമ്മിറ്റിക്കാരും നാട്ടുകാരും വന്ന് ക്ഷണിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ആചാര്യസ്ഥാനം, അതായത് താന്ത്രിക സ്ഥാനം ഏറ്റെടുത്തത്. അതിനുമുമ്പ് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രം പൊളിച്ചു, ദേവനെ ബാലാലയത്തിലേക്ക് മാറ്റിവെച്ചു. പുതിയ ക്ഷേത്രം പുതിയ കണക്ക് പ്രകാരം പഴയന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ കണ്ട് എന്നുവെച്ചാൽ അതിലും ഗംഭീരമായിട്ട് നാട്ടുകാരുടെ പ്രയത്നം കൊണ്ടും അവരുടെ ആത്മാർത്ഥത കൊണ്ടും നല്ല മനസ്സുകൊണ്ടും അനവധി കമ്മിറ്റിക്കാരിവിടെ വന്നുവെങ്കിലും പലരും പലതരത്തിലുള്ള വിഷമങ്ങളെ കൊണ്ട് മാറി ഇപ്പോഴുള്ള കമ്മിറ്റിക്ക് ആ ക്ഷേത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ ചിലപ്പോൾ അതിൻ്റെ കട്ടിലവെപ്പാണ് ഇന്നുണ്ടായത്. അപ്പോൾ ദേവനെ ബാലാലയത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പഴയത് മുഴുവൻ പൊളിച്ചു കളഞ്ഞ് ഷഡാധാര പ്രതിഷ്ഠ കഴിച്ച് വിധിപ്രകാരം തന്നെയാണ് ഈ ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇന്നിവിടെ നടക്കുന്നത്. അപ്പം അതിൻ്റെ കട്ടിലവെപ്പാണ് ഇപ്പം ഇന്നിവിടെ നമ്മൾ നടത്തിയത്. അപ്പോൾ ഇനി ഇവരുടെ ധനസ്ഥിതി അനുസരിച്ച് ആ ശ്രീകോവിലിനി കരിങ്കല്ലുകൊണ്ടാക്കാം, മരം ഓട് മരം ആക്കിയിട്ട് ചെമ്പടിക്കാം. അത് പിന്നെ ഈ മുയിപ്ര ആ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് അത് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരുടെ ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനം എന്നുവെച്ചാൽ ഇന്നത്തെ പല കമ്മിറ്റി മാറി വന്നാലും ഇന്നത്തെ ഈ കാണുന്ന ആൾക്കാരുടെ ആ പ്രവർത്തനം കൊണ്ടും ഉത്സാഹം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഇതിപ്പോൾ ഇന്ന് നടന്നു വരണത്. പക്ഷെ ജനങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ ധാരാളം ജനങ്ങൾ ഏത് വിശേഷത്തിന് ഞാൻ ഇവിടെ വരുമ്പോൾ കാണാറുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ദൈവാധീനം ഇവർക്ക് അതിനുള്ള ആ ദൈവാധീനം ഗുരുത്വമൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഈ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് തന്ത്രി എന്ന നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രം എത്രയും വേഗം പണി തീർന്ന് ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് ഇടവരുത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തന്ത്രി എന്ന നിലയിൽ ഞാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും എത്ര ഉപായത്തിൽ വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വലിയൊരു കുടുംബത്തിലെ ചെറിയൊരു അംഗം മാത്രമാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്ഷേത്രവും നന്നായി തീരുക, അതിൽ നീയെ ഞാനെന്ന് ഇല്ലാതെ കണ്ട് അമ്പലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പെരിഞ്ചല്ലൂർ ഗ്രാമക്കാരായ ബ്രാഹ്മണ ഊരായ്മയിൽ 1970 വരെ നിത്യാരാധനയും ഉത്സവാഘോഷങ്ങളും ഒരു മഹാക്ഷേത്രത്തിന്റെ പ്രൗഢിയിൽ നടന്നു വന്നിരുന്നു. പിന്നീട് ക്ഷേത്ര ഊരാളന്മാരായ ബ്രാഹ്മണർ തളിപ്പറമ്പിലേക്ക് പലായനം ചെയ്തപ്പോൾ ക്ഷേത്രം അടച്ചിടേണ്ടി വരികയും നിത്യാരാധനയും ഉത്സവാഘോഷങ്ങളും ഇല്ലാതാവുകയും കാലക്രമേണ നാശോന്മുഖമാവുകയും ചെയ്തു. ഏതാണ്ട് 12 വർഷം മുന്നേ നാട്ടുകാരുടെ ശ്രമഫലമായി ക്ഷേത്രം താൽക്കാലികമായി നവീകരിച്ച് നിത്യാരാധനയും അന്നദാനവും വിശേഷ ദിവസങ്ങളിലെ ഉത്സവാഘോഷങ്ങളും നടത്തിവരുന്നു. ക്ഷേത്രം ശില്പി വേലുസ്വാമി കർണാടകയിലാണ്. ക്ഷേത്രം സെക്രട്ടറി ജിതേഷ്, പ്രസിഡന്റ് രാജൻ, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ സതീശൻ തൊട്ടിയിൽ, കൺവീനർ പ്രദീപൻ മാരാർ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഏകദേശം 1300 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇത് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും ഇവിടുത്തെ നമ്പൂതിരിമാരെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമിക്കുകയും ചെയ്തതിനാൽ പൂജാതി കർമ്മങ്ങളൊക്കെ മുടങ്ങുകയും ക്ഷേത്രം പൂർണ്ണമായും ജീർണാവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരെ ഒരു ജനകീയ കമ്മിറ്റി ചേർന്ന് ഈ ക്ഷേത്രം പൊളിച്ചു നീക്കി പുതിയ ഒരു ശ്രീകോവിൽ പണിയാൻ തീരുമാനിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനടുത്ത് പത്മനാഭുണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ 3/8/24 ഇതിൽ ഷഡാധാർക്കർമ്മം നടക്കുകയും തുടർന്ന് ധൃതഗതിയിൽ ക്ഷേത്രം പണി നടക്കുകയും ചെയ്തു. നാട്ടുകാരുടെ പൂർണ്ണ സഹായത്തോടെയാണ് ഇതുവരെ ക്ഷേത്രം പണിയുടെ കാര്യം വന്നത്. ഈ ക്ഷേത്രത്തിന് ആവശ്യമായ കൃഷ്ണശില കരിങ്കല്ല് കർണാടകത്തിലെ കാറുകളിൽ നിന്നും ഈ ക്ഷേത്രം പണിയാൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ വേലുസ്വാമി അവറുകളാണ്. നാട്ടുകാർ ഫുൾ സമ്മതത്തോടെ ക്ഷേത്രം പണി ഒരടി കല്ലിന് 1008 രൂപ തന്ന് ഒരു കഴിക്കോലിന് 10,008 രൂപ തന്ന് നാട്ടുകാരെല്ലാവരും സഹായിച്ചതിനാണ് ക്ഷേത്രം പണി ഇത്രത്തോളം എത്തിയിരിക്കുന്നത്. ഇനിയും മുഴുവൻ സഹകരണം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ
കട്ടളവെപ്പ് കർമ്മമാണ് ഇവിടെ നടന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും പൂർണ്ണ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്